കഴിഞ്ഞ ദിവസം കോഴിക്കോട് SKSSFന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വിദ്യാർത്ഥി സമ്മേളനം നടന്നു. വിദ്യാർത്ഥി സമ്മേളനം എന്ന് പറഞ്ഞാൽ ചുമതലയാണ് വിദ്യാർത്ഥിത്വം എന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തത്തുല്യമായൊരു വാചകമാണ് അതിൻ്റെ ക്യാപ്ഷനായിട്ട്, സമ്മേളനത്തിൻ്റെ ക്യാപ്ഷനായിട്ട് നൽകിയിരുന്നത്. സമ്മേളനം തുടക്കം മുതൽ അവസാനം വരെ നിരീക്ഷിച്ചു. സാധാരണ അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള കോൺഫറൻസുകളൊക്കെ നിരീക്ഷിക്കാറുണ്ട് നമ്മൾ, സ്വാഭാവികമായിട്ടും അതിന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇന്നലെ SKSFന്റെ മുൻപും സമ്മേളനങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. SKSF ഉൾക്കൊള്ളുന്ന സമസ്തയുടെ മറ്റ് ഘടകങ്ങളുടെ എല്ലാം സമ്മേളനങ്ങളൊക്കെ സാധാരണ നമ്മൾ കേൾക്കാറും കാണാറൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നലെ നടന്ന SKSFന്റെ സമ്മേളനം കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എന്താ വെച്ചാൽ എല്ലാ നിലക്കും കെട്ടിലും മട്ടിലും എല്ലാം ആ സമ്മേളനം ശരിക്കും വേറിട്ട് നിന്നു എന്നുള്ളതാണ്. ഇന്നലെ നടന്ന സമ്മേളനത്തിൽ മനസ്സിലായത് 16 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള അവരുടെ പ്രവർത്തകന്മാരെ, തിരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകന്മാർ, അവർക്ക് ആ പ്രവർത്തകർക്ക് തുടർന്ന് പരിശീലനം നൽകി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സമ്മേളനം അവിടെ സംഘടിപ്പിക്കുന്നത്. ഒന്നാമത് അതിലൊരു പൊതു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ വലിയൊരു ജനബാഹുല്യം എന്നുള്ളതിലപ്പുറം ആ സമ്മേളനത്തിൽ അവർക്കൊരു കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് SKSFന്റെ സ്റ്റേറ്റ് കമ്മിറ്റി തന്നെ നല്ല കൃത്യമായൊരു ധാരണയോടുകൂടെ, അതോടുകൂടെ തന്നെ ഒരു കൃത്യമായ ഷെഡ്യൂളോടുകൂടെ ആ സമ്മേളനം നടത്തുന്നതിൽ SKSFന്റെ സംസ്ഥാന കമ്മിറ്റി 100% വിജയിച്ചു. സാധാരണ നടക്കുന്ന സമ്മേളനത്തിൽ നിന്നും ഒരുപാട് വ്യത്യസ്തതകൾ ഇന്നലെ നടന്നത്. സംഘടന ഉയർന്നു ചിന്തിക്കുന്നു എന്നുള്ളതിനൊരു വലിയ ഉദാഹരണമാണത്. അതിന് കഴിവുള്ള ആളുകൾ അതിൻ്റെ പിൻവശത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 100% അങ്ങനെ പറഞ്ഞത് ആ പരിപാടിയുടെ നിലവാരം, അതിൻ്റെ ബാക്കി സംഘാടനം എല്ലാറ്റിലും വിജയിച്ചു. സമയക്രമങ്ങൾ നന്നായിട്ട് അവർ ശ്രദ്ധിച്ചു. രാവിലെ മുതൽ നടന്ന സമ്മേളനത്തിൽ ഓരോ പ്രഭാഷകരും, സാധാരണ ഞാൻ അങ്ങനെ പറഞ്ഞത് മുൻപും നമ്മൾ ഈ സമ്മേളനങ്ങളൊക്കെ കാണാറുണ്ട്, ഈ സംഘടനയുടെയും തത്തുല്യരായ സംഘടനയുടെയൊക്കെ സമ്മേളനങ്ങൾ കാണാറുണ്ട്. പക്ഷേ പലപ്പോഴും നമുക്ക് അത് തോന്നാറുണ്ട്, തുറന്ന് പറയില്ല, പലപ്പോഴും നമുക്ക് ഈ സമ്മേളനങ്ങൾ കാണുമ്പോൾ തോന്നാറുണ്ട് ഇവിടെ എന്തൊക്കെയോ ചില നിലവാര പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതൊക്കെ തോന്നാറുണ്ട്. ഇപ്പം എനിക്ക് ഏറ്റവും രസകരമായിട്ട് ഞാൻ പറയാറുള്ളത്, ഇപ്പോഴും സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ബാക്ക്ഗ്രൗണ്ട് അനൗൺസ്മെൻറ്റ്, നമ്മൾ പണ്ട് 2000-കളിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് അനൗൺസ്മെൻറ്റ് ഉണ്ടാകും. ഒരാളിങ്ങോട്ട് വരുമ്പോഴേക്ക് അദ്ദേഹത്തെ അങ്ങോട്ട് ഭയങ്കര സംഭവമാക്കിയിട്ട് പറയുന്ന അത് പലപ്പോഴും ഈ കാലഘട്ടത്തിൽ നമുക്കത് അരോചകമായിട്ടൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ഇപ്പോൾ അതിലൊരു പ്രഭാഷകൻ തന്നെ അത് വിശദീകരിക്കേണ്ടായി. ഒരു സംസാരത്തിൻ്റെ ഇടയിൽ സദസ്സിനെ അഭിനന്ദിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈ ജെൻസി എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളൊക്കെ മാറ്റി നിർത്തുന്നതിന് പകരം ഇത്രയും ആളുകൾ ഇവിടെ എത്തി, 10,000-ഓളം ആളുകളാണ്, 10,000-ഓളം വിദ്യാർത്ഥികൾ. അത് ഞാൻ മറ്റൊരു കാര്യം കൂടെ അതിൽ നിന്ന് ശ്രദ്ധിച്ചത്, ഈ 10,000 വിദ്യാർത്ഥികളാക്കാനൊന്നും പണികളൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 1, 2, 3 കോളേജുകളിൽ നിന്ന് ഒന്നിച്ച് ഇറക്കുമതി ചെയ്താൽ മതി. പക്ഷേ കുറേ മുത്താലിമീങ്ങളെ കൊടുക്കുന്നത്. പക്ഷേ അതല്ലായിരുന്നു. ഇത് കറക്റ്റ് അവരുദ്ദേശിച്ച ആ ഒരു ടീമാണ് സദസ്സിൻ്റെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലുള്ള പഠനങ്ങളും പ്രബന്ധങ്ങളും അല്ലെങ്കിൽ സംസാരങ്ങളുമാണ് ആ വേദിയിൽ നടന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് കാണുന്നത്. തുടക്കത്തിലുള്ള പ്രഭാഷണം ഹുദവി നടത്തിയ പ്രസംഗം. ആ ഹുദവി നടത്തിയ പ്രസംഗമൊക്കെ ശരിക്ക് അക്ഷരാർത്ഥത്തിൽ വളരെ ഉന്നത നിലവാരം പുലർത്തി, ഹൈ സ്റ്റാൻഡേർഡ് പറയാം. കാരണം എന്താ വെച്ചാൽ അതിൽ ഇസ്ലാമിൻ്റെ തുടക്കം, അതിൻ്റെ മദ്ഹബുകൾ, ഇങ്ങോട്ട് വരുന്നത്, ഇവിടെ ഉണ്ടായ ചരിത്രങ്ങൾ, തങ്ങന്മാരുടെ വ്യത്യസ്തമായ കബീലകൾ, ഇതേത് രൂപത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് അത് സംഘടന വിഷയത്തിലേക്ക് ഇത് ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. അത് ഒരു ഉൾക്കൊള്ളിക്കേണ്ട സംഭവം തന്നെയാണ്. അങ്ങനെ ഓരോ പരിപാടികളും അവർക്കൊക്കെ കൃത്യമായ സമയം കൊടുത്ത്, ഞാൻ അതിൻ്റെ ഇടയിൽ പറയാം, അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയുണ്ട്, എനിക്ക് അദ്ദേഹത്തെ അറിയില്ല, എന്നാലും ആളൊക്കെ അത് വളരെ സ്റ്റാൻഡേർഡായിട്ട് കൈകാര്യം ചെയ്തു. ശരിക്ക് നടന്നത് SKSFന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയാണ് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. പുറത്തു നിന്നിട്ട് സംസാരിക്കാൻ പാടില്ല അങ്ങനത്തെ വിഷയങ്ങൾ, കാരണം അത് അവരുടെ സംഘടനയുടെ ആഭ്യന്തര വിഷയങ്ങളാണ്. എന്നാലും ഒരു നിരീക്ഷകൻ എന്നുള്ള നിനക്ക് പറയാം, എന്തുകൊണ്ട് പറയാം, മുൻപൊക്കെ ആ സമ്മേളനം നടക്കുകയാണെങ്കിൽ ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നു. മിക്കവാറും ഈ വേദികളിലൊക്കെ കാണുന്ന ഒരേ മുഖങ്ങളായിരിക്കും, ഒരേ പ്രഭാഷകരായിരിക്കും, അതുപോലെ തന്നെ ഒരേ നേതാക്കന്മാരായിരിക്കും. ഇതിലപ്പുറം ഇന്നലെ അതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ക്ഷണിക്കുന്ന ആൾ പറയുന്നുണ്ട്, അടുത്ത ആൾ സംസാരിക്കുകയാണ്, 30 മിനിറ്റാണ് അദ്ദേഹത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ഈ പ്രഭാഷകരും സംസാരിക്കുന്നവരെല്ലാം ആ 30 മിനിറ്റ് കൃത്യമായിട്ട്, ഇത്ര സമയമാണെങ്കിൽ ആ സമയങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്തു എന്നുള്ളത് ഞാൻ വീണ്ടും പറയാണ്. അതൊരു ഹൈ സ്റ്റാൻഡേർഡ് പ്രോഗ്രാമായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ സദസ്സിൻ്റെയൊക്കെ സംവിധാനങ്ങളും അതെല്ലാം ചുരുക്കി പറഞ്ഞാൽ SKSSF നടത്തിയ ആ ഒരു സംവിധാനം അത് ഏറ്റവും മനോഹരമായി. അതിലവർ സുന്നത്ത് ജമാഅത്ത് പറഞ്ഞിട്ടുണ്ട്.
അത് ഒരു വിദ്യാർത്ഥി സുന്നി സ്റ്റുഡൻസ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് പ്രാധാന്യം കൊടുക്കണം. സുന്നത്ത് ജമാഅത്ത് അവിടെ അവതരിപ്പിച്ചു എന്നാൽ അതിന് വേണ്ടിയിട്ട് അരോചകമായിട്ടുള്ള രൂപത്തിലും അവതരിപ്പിച്ചിട്ടില്ല, അത് കൃത്യമായിട്ട് മനസ്സിലാകുന്ന രൂപത്തിൽ. അതുപോലെ തന്നെ സംഘടന അവതരിപ്പിച്ചു, അത് നല്ലതാണ്. അതുപോലെ തന്നെ എനിക്കൊക്കെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് തോന്നിയാൽ സാധാരണ ഈ സമ്മേളനങ്ങൾക്കൊക്കെ മറുസംഘടനകളെ നന്നായിട്ട് പറയാറുണ്ട്. അവസാനം വരെ അത് ഉണ്ടാവരുതേ എന്ന് ആഗ്രഹിച്ചാണ് ആ പ്രഭാഷണങ്ങൾ ഓരോന്നും കേട്ടിരുന്നത്. അത് ഉണ്ടാവരുതേ, കാരണം നമുക്ക് അത് തന്നെയാണ് വേണ്ടത്. അങ്ങനെ അല്ലാതെ പിന്നെ നമ്മളൊക്കെ സൗഹൃദം താല്പര്യപ്പെടുന്നവരായതുകൊണ്ട് തന്നെ ഞാനെന്നല്ല പലരും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. ഓരോ പ്രഭാഷണങ്ങളിലും ഇത് വരരുതേ എന്ന്. പക്ഷേ അങ്ങനെ വന്നില്ല എന്ന് മാത്രമല്ല, വളരെ നല്ല സ്റ്റാൻഡേർഡായിട്ടാണ് ഓരോരുത്തരും സംസാരിക്കാൻ ശ്രമിച്ചതും. എന്നാൽ ആ വന്ന പ്രവർത്തകരെല്ലാം അവരുടെ സംഘടന അവർ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് കുഴപ്പമില്ലല്ലോ. ഇപ്പം എൻ്റെ സംഘടന ഒരു പരിപാടി വെക്കുകയാണെങ്കിൽ ഞാൻ അത് തന്നെയാണ് ആഗ്രഹിക്കേണ്ടത്. മറ്റൊരു സംഘടന എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ അത് തന്നെയാണ്. പക്ഷേ ഇതിനെല്ലാം ഈ ന്യൂജൻ ടീമിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനനുസരിച്ചായിരിക്കണം. അവിടെ മറ്റ് പ്രഭാഷണങ്ങളെല്ലാം നടത്തുന്നതിന് കൃത്യമായിട്ട് അത് ആവേശം കൊള്ളിക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ടാകും, അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. സംസാരിക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട്, അവിടെ അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായിരുന്നാലും എനിക്ക് തോന്നുന്നു വലിയ ഒരു നല്ല നാളെയുടെ ഒരു സൂചനയാണ് ഈ നൽകിയത്. നല്ല നാളെയുടെ ഈ SKSSF അവർ കൃത്യമായിട്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിയും എന്നുള്ളത്, അവരുടെ നേതൃത്വം വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തി അവർ എന്താണോ ചിന്തിക്കുന്നത്, അതായത് ആ സംഘടന ഏത് രൂപത്തിൽ പ്രവർത്തിക്കണം എന്നാണോ ചിന്തിക്കുന്നത് ആ രൂപത്തിൽ തന്നെ പ്രവർത്തിക്കുകയും അതിന് മറ്റാരുടെയും സഹകരണങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും അവരെ ബാധിക്കില്ല എന്നും കൃത്യമായിട്ട് അവർ തെളിയിച്ചു. എനിക്ക് മനസ്സിലായത് ഒരു ദീർഘകാലത്തെ പ്രചരണ കോലാഹലങ്ങളൊന്നുമില്ലാതെ അവരുടെ സംഘടനാ ചാനൽ ഉപയോഗിച്ച് അത് കൃത്യമായിട്ട് ആ പരിപാടി അവിടെ നടത്തി എന്നുള്ളതാണ്. അത്തരത്തിലുള്ള പരിപാടികൾ എല്ലാ സംഘടനകളിൽ നിന്നും പുറത്തു വരട്ടെ. കാരണം വിദ്യാർത്ഥിത്വത്തിന് ആവശ്യങ്ങൾ അങ്ങനെ നിരവധി സംഘടനകളുണ്ട്. വളരെ ഉന്നതമായ നിലവാരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനകളെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാ സംഘടനകളും ഇത്തരത്തിൽ ഉയർന്ന ചിന്താഗതി ആവട്ടെ, അതിനനുസരിച്ച് പ്രവർത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും.